കൂട്ടരെ നമ്മളിന്ന് നമ്മുടെ IBPS RRB PO പ്രീക്ക് വരാൻ സാധ്യതയുള്ള 2 ബസ്സിലാണ് ചെയ്യാൻ പോകുന്നത്. അടുത്തത്, there are 7 persons MPQ, RST and U who participated in a sports competition which started on 25th March and ended on 26th March. 25 മാർച്ച് തുടങ്ങി 31 മാർച്ച് വരെ നീണ്ടുന്ന 7 ദിവസത്തെ ഒരു സ്പോർട്സ് കോമ്പറ്റീഷനിൽ 7 പേര് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസ് കിട്ടിയിട്ടുണ്ട്. ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 25 മാർച്ച്, 26, 27, 28, 29, 30, 31. They participate in different kind of sports like football, cricket, hockey, skating, rugby, basketball and badminton. Okay, അവർ 7 സ്പോർട്സിൽ പങ്കെടുക്കും. ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. ദേ ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സ്. അവർക്ക് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇഷ്ടം. ഏതൊക്കെയാണ്? ഗ്രീൻ, റെഡ്, വൈറ്റ്, ഗ്രേ, ബ്ലൂ, ബ്ലാക്ക് ആൻഡ് പിങ്ക്, ബട്ട് നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര കാര്യങ്ങളാണ്? ഒന്ന് അറേഞ്ച്മെൻ്റ് ഉണ്ട്, പിന്നെ ഇവരുടെ പേരുണ്ട്, ഇവരുടെ സ്പോർട്സ് ഉണ്ട്, കളറുണ്ട്. അപ്പോൾ 4 കാര്യങ്ങൾ ഇവിടെ വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. യു ഹൂ ലൈക്സ് ബ്ലാക്ക് കളർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ 4th day ഓഫ് ദ കോമ്പറ്റീഷൻ ബട്ട് പാർട്ടിസിപ്പേറ്റഡ് നെയ്തർ ഇൻ ഫുട്ബോൾ നോർ ഇൻ ക്രിക്കറ്റ്. ഓക്കെ, യു ബ്ലാക്ക് കളറാണ്, 4ാമത്തെ ദിവസമാണ് പങ്കെടുത്തത്. അവന് ഫുട്ബോൾ ഇഷ്ടമല്ല, ക്രിക്കറ്റ് ഇഷ്ടമല്ല. ഓക്കെ, ഇപ്പോൾ യു 4ാമത്തെ ദിവസം, 1, 2, 3, 4, 4ാമത്തെ ദിവസം യുവിൻ്റെ കളറുണ്ട് ബ്ലാക്ക്. ഇനി യു ഫുട്ബോൾ ഇഷ്ടമല്ല, ക്രിക്കറ്റ് ഇഷ്ടമല്ല, അതും മാർക്ക് ചെയ്തിട്ടേക്കുക. 2 പെർഫോമൻസ് ആർ ഹെൽഡ് ബിറ്റ്വീൻ ദ പെർഫോമൻസ് ഓഫ് യു ആൻഡ് ടി, നെയ്തർ ഓഫ് ഹും പാർട്ടിസിപ്പേറ്റ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക്. ഓക്കെ, യുവിന് ടിക്ക് ഇടയ്ക്ക് 2 പെർഫോമൻസ് ഉണ്ട്. ഇവരാരും ഫസ്റ്റ് ഡേ വരത്തില്ല. അപ്പോൾ യു കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ടി ഇവിടെ ഇടാൻ പറ്റത്തില്ല, കാരണം അത് ഫസ്റ്റ് ഡേ. അപ്പോൾ യു കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ടി ഇവിടെ. There was 1 performance between performance of R and Q, but Q did not participate either on first or third day of the competition. ഓക്കെ, ആറിനും ക്യൂവിനും ഇടയ്ക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ആറിനും ക്യൂവിനും ഇടയ്ക്ക് ഒരു പെർഫോമൻസ്. Q did not participated either on first or third day of the competition. ഇവിടെ Q did not participated either എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ട് either എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്തർ എന്നർത്ഥം. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? ക്യൂ ഫസ്റ്റ് ഡേയും വരത്തില്ല, തേർഡ് ഡേയും വരത്തില്ല. അപ്പോൾ ക്യൂ ഇവിടെ വരത്തില്ല, ക്യൂ ഇവിടെ വരത്തില്ല. ക്യൂ ലൈക്സ് റെഡ് കളർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫുട്ബോൾ. ക്യൂ റെഡാണ്, ഫുട്ബോളാണ് ക്യൂവിൻ്റെ സ്പോർട്സ്. 1 who participated in hockey performed on the last day of the competition likes white color. ഹോക്കി ലാസ്റ്റ് ഡേ ആണ്, വൈറ്റ് കളറാണ് ഇഷ്ടം. അപ്പോൾ ലാസ്റ്റ് ഡേ ടി അല്ലേ, അപ്പോൾ ഇത് കളറ് നമുക്ക് കിട്ടി വൈറ്റ്, സ്പോർട്സ് കിട്ടി hockey. P did not participate on the day either immediately before or immediately after the performance of R, who does not like either blue or green or grey color. Okay, P എന്ന് പറയുന്നത് ആറിന് തൊട്ട് മുമ്പോ തൊട്ട് ശേഷമോ വരത്തില്ല. അതായത് ആറിനടുത്ത് P വരത്തില്ല, അപ്പോൾ ആറിനടുത്ത് P വരത്തില്ല. R who does not like either blue, green or grey. ആറിന് ബ്ലൂ പറ്റത്തില്ല, ഗ്രീൻ പറ്റത്തില്ല, ഗ്രേ പറ്റത്തില്ല. എസ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് വിച്ച് ഇസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പെർഫോമൻസ് ഓഫ് ക്യൂ ആൻഡ് ഹീ ലൈക്ക് ഗ്രീൻ കളർ. ക്യൂ എസിൻ്റെ എസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ തൊട്ട് താഴെ, എസിൻ്റെ കളറ് ഗ്രീൻ. അപ്പോൾ ക്യൂവിൻ്റെ തൊട്ട് താഴെ എസിൻ്റെ കളർ കിട്ടി ഗ്രീൻ. എം ഡസ് നോട്ട് ലൈക്ക് ബ്ലൂ കളർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കേറ്റിംഗ്. എം സ്കേറ്റിംഗ് ആണ്, എമ്മിന് ബ്ലൂ പറ്റത്തില്ല. ആർ ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് എയ്തർ ഇൻ ബാഡ്മിൻ്റൺ ഓർ ഇൻ ബാസ്കറ്റ്ബോൾ. ഈ നോട്ട് എയ്തർ എന്ന് പറഞ്ഞാൽ നെയ്തർ എന്നാണ് അർത്ഥം. സോ ആറിന് ബാഡ്മിൻ്റൺ പറ്റത്തില്ല, ബാസ്കറ്റ്ബോൾ പറ്റത്തില്ല. ആറ് ഇവിടെ ഇല്ലേ, ആറിന് ബാഡ്മിൻ്റൺ പറ്റത്തില്ല, ബാസ്കറ്റ്ബോളും പറ്റത്തില്ല. 1 who participated in rugby was scheduled immediately after the performance of player who participated in football. ഫുട്ബോളിൻ്റെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, തൊട്ട് താഴെയാണ് റഗ്ബി വരുന്നത്. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ, നമ്മുടെ ഫുട്ബോൾ ക്യൂവിൻ്റെ താഴെ എസ് അല്ലേ, അപ്പോൾ എസിൻ്റെ സ്പോർട്സും കിട്ടി റഗ്ബി. അപ്പോൾ ഇത്രയും ഹിൻറ്റുകളാണ് നമുക്കുള്ളത്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഇവിടെ ഇടാൻ പറ്റുമോ നമുക്ക് നോക്കാം.
അപ്പോൾ യുവും ടി ഇവിടെ കിടപ്പുണ്ട്. യുവും ടിയും വെച്ചിട്ട് എന്തെങ്കിലും ഹിൻഡ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. പിന്നെ നമുക്കിവിടെ ആറിൻ്റെയും ക്യൂവിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, ക്യൂവിൻ്റെ തൊട്ടാൾ എസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവരെ ആരെങ്കിലും ഇടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെ ക്യൂ വരത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യൂയുടെ സ്ഥലങ്ങൾ നമുക്കിനി നോക്കാം. ക്യൂ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ക്യൂ കഴിഞ്ഞിട്ട് 1/6 മേളിടാൻ പറ്റത്തില്ല, ക്യൂ കഴിഞ്ഞിട്ട് 1/6 താഴെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ക്യൂ ഇവിടെ വരത്തില്ല. ക്യൂ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ക്യൂ കഴിഞ്ഞിട്ട് 1/6 ഇടാൻ പറ്റും, പക്ഷേ ക്യൂവിൻ്റെ തൊട്ട് താഴെ എസ് ഇടാൻ പറ്റത്തില്ല. ക്യൂ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ക്യൂ കഴിഞ്ഞിട്ട് 1/6 പറ്റത്തില്ല, ക്യൂ കഴിഞ്ഞിട്ട് 1/6 ഇടാം, ക്യൂവിൻ്റെ താഴെ എസ് ഇവിടെ ഇടാം. ക്യൂ ഈ 30 ഇട്ട് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ താഴെ എസ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ക്യൂവിൻ്റെ സ്ഥലം നമുക്ക് മനസ്സിലായി. ക്യൂ ഇവിടെ, ക്യൂവിൻ്റെ താഴെ എസ്, ക്യൂ കഴിഞ്ഞിട്ട് 1/6. ഇനി ക്യൂ റെഡ് ആണ്, ക്യൂവിൻ്റെ സ്പോർട്സ് അറിയാം, ഫുട്ബോൾ. ഇനി ക്യൂവിൻ്റെ താഴെ എസ്, എസിൻ്റെ കളർ അറിയാം, ഗ്രീൻ. എസിൻ്റെ സ്പോർട്സ് അറിയാം, റഗ്ബി. ഇനി ആരാ? 6. 6ൻ്റെ അടുത്ത് പി വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി ഇവിടെ വരത്തില്ല, പി ഇവിടെ. ഇനി ആരാ ഇടാനുള്ളത്? എം അല്ലേ, എം ഇവിടെ. എമ്മിൻ്റെ സ്പോർട്സ് അറിയാം, സ്കേറ്റിംഗ്. ഇനി 6ന് ബ്ലൂ, ഗ്രീൻ, ഗ്രേ, ഈ 3 കളറും വരത്തില്ല. അപ്പോൾ ബ്ലൂ, ഗ്രീൻ, ഗ്രേ പറ്റത്തില്ല, പിന്നെ ബ്ലാക്ക് പറ്റത്തില്ല, റെഡ് പറ്റത്തില്ല, പിന്നെ വൈറ്റ് പറ്റത്തില്ല. അപ്പോൾ എത്ര കളറായി? ബ്ലൂ, ഗ്രീൻ, ഗ്രേ, ബ്ലാക്ക്, റെഡ്, വൈറ്റ്. ഇപ്പോൾ 6 കളറായി. ഇനി ഒരു കളറും കൂടെ ബാക്കിയുള്ളൂ, അതേതാന്ന് നോക്കിയാൽ മതി. നോക്കി, ഗ്രീന്, റെഡ്, വൈറ്റ്, ഗ്രേ, ബ്ലൂ, ബ്ലാക്ക്, പിങ്ക്. പിങ്ക് അല്ലേ ഇവിടെ ഒരിടത്തും വരാത്തത്. അപ്പോൾ പിങ്കാണ് നമ്മുടെ 6ൻ്റെ കളറ്. ഇനി 6ൻ്റെ സ്പോർട്സിൽ ഏതൊക്കെയാണ് വരാത്തത്? ബാഡ്മിൻ്റൺ വരത്തില്ല, ബാസ്കറ്റ് ബോൾ വരത്തില്ല, പിന്നെ സ്കേറ്റിംഗ് ഇടാൻ പറ്റത്തില്ല, ഫുട്ബോൾ ഇല്ല, റഗ്ബി ഇല്ല, ഹോക്കി ഇല്ല. അപ്പോൾ ഇപ്പോൾ എത്ര സ്പോർട്സായി? 1, 2, 3, 4, 5, 6. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, അതേതാ? ക്രിക്കറ്റ് അല്ലേ, ക്രിക്കറ്റ് കുഴപ്പമില്ലല്ലോ. അപ്പോൾ 6ൻ്റെ സ്പോർട്സ് കിട്ടി, ക്രിക്കറ്റ്. ഇനി യുവിന് ഫുട്ബോളും ക്രിക്കറ്റും വരത്തില്ല. അപ്പോൾ അതിനകത്ത് ഫുട്ബോൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ യുവിൽ ക്രിക്കറ്റ് വരത്തില്ല, ക്രിക്കറ്റ് നമ്മൾ ഇവിടെ ഇട്ടു. ഇനിയിപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത്? ഇനി 2 സ്പോർട്സില്ലേ, ഏതൊക്കെയാണ്? ബാഡ്മിൻ്റണും ബാസ്കറ്റ് ബോളും ഒരിടത്ത് വിട്ടിട്ടില്ലല്ലോ. ഇതിനകത്ത് യുവിൽ ഏതെങ്കിലും വരും, ഏതെങ്കിലും വരത്തില്ലെന്ന് എവിടെയെങ്കിലും ഹിൻ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ പിയിൽ ഏതെങ്കിലും സ്പോർട്സ് വരത്തില്ലെന്ന് ഹിൻ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് ബാക്കിയുള്ള ബാഡ്മിൻ്റണും ബാസ്കറ്റ് ബോളും ഇതിലെവിടെ വരുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ ഇവിടെ ബാഡ്മിൻ്റൺ, അല്ലെങ്കിൽ ഇവിടെ ബാസ്കറ്റ് ബോൾ, അല്ലെങ്കിൽ ഇവിടെ ബാസ്കറ്റ് ബോൾ, ഇവിടെ ബാഡ്മിൻ്റൺ. ഓക്കെ. ഇനി ഏതാ ഇടാൻ ബാക്കിയുള്ളത്? പിയുടെ കളർ നമ്മൾ ഇട്ടിട്ടില്ല, എമ്മിൻ്റെ കളർ ഇട്ടിട്ടില്ല. നമ്മുടെ എമ്മിൽ ബ്ലൂ വരത്തില്ലെന്ന് ഇവിടെ ഹിൻ്റ് കിടപ്പുണ്ട്. അപ്പോൾ എമ്മിൽ ബ്ലൂ വരത്തില്ല, അപ്പോൾ ബ്ലൂ ഇവിടെ. ഇനി ഏത് കളർ ഇടാനുള്ളത്? ബ്ലൂ, പിങ്ക്, ബ്ലാക്ക്, റെഡ്, ഗ്രീന്, വൈറ്റ്. ഗ്രേ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ എമ്മിൻ്റെ കളറ് ഗ്രേ ആണ്. ഓക്കെ, ഇതാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആയോ? ഇതിനകത്ത് 4 കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. Representative from 8 different banks like ABC, D, E, F, G and H are sitting around a circular table facing the center but not necessarily in the same order. ഓക്കെ, 8 ബാങ്കിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് 8 പേരുണ്ട്. അവരൊരു സർക്കുലർ ടേബിളിൽ ചുറ്റിരിക്കുകയാണ്. അകത്തേക്ക് നോക്കി. ഈച്ച് ഓഫ് ദം ഇസ് ഫ്രം ഡിഫറെൻറ്റ് ബാങ്ക്. ഓരോ ആളും ഓരോ ബാങ്കിൽ നിന്നാണ് വരുന്നത്. യൂക്കോ ബാങ്ക്, ഓറിയൻ്റൽ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ, സിൻഡിക്കേറ്റ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ദേന ബാങ്ക്. അപ്പോൾ മൊത്തം 8 ബാങ്കുണ്ട്. ഓക്കെ, ഇനി ഹിൻഡുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അറേഞ്ച്മെൻ്റ് അങ്ങ് ചെയ്യാം. 8 പേരല്ലേ? 2, 4, 6, 8 പേര്. ഹിൻഡുകൾ നോക്കുക. എഫ് സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം കാനറ ബാങ്ക്. കാനറയുടെ സെക്കൻഡ് റൈറ്റിൽ എഫ് ഇരിപ്പുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം കാനറ ബാങ്ക്. ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്കിൻ്റെ അടുത്തിരിപ്പുണ്ട്. 2 പേര് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബീൻ്റെ ഇടയ്ക്കുണ്ട്. ഓക്കെ, സിയും ഈ ഇമ്മീഡിയറ്റ് നെയ്ബർ, സിയും ഇയും ബിയുടെ അടുത്തോ കാനറ ബാങ്കിൻ്റെ അടുത്തോ വരത്തില്ല. അപ്പോൾ ഇവിടെ ഹിൻഡുകൾ ഒരുപാടുണ്ട്. നമുക്ക് നേരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പോസിബിലിറ്റി വരുന്നുള്ള കാര്യം ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ഹിൻഡുകളായിട്ട് ഇതിപ്പോൾ നമുക്ക് എഫ് സെക്കൻഡ് റൈറ്റ് ഓഫ് കാനറ. കാനറയുടെ സെക്കൻഡ് റൈറ്റിലാണ് എഫ് ഇരിക്കുന്നത്. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് കാനറ ബാങ്ക്. കാനറ ബാങ്കിൻ്റെ അടുത്താണ്
ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിക്കുന്നത്. 2 people സിറ്റ് ബിറ്റ്വീൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ബി. ബാങ്ക് ഓഫ് ഇന്ത്യക്കും ബിക്കും ഇടയ്ക്ക് 2 പേരുണ്ട്. സിയും ഇയും ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഈച്ച് അതർ. ഓക്കെ, സിയും ഇയും അടുത്തടുത്തായിരിക്കുന്നത്. നെയ്തർ സി ഓർ ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എയ്തർ ബി ഓർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കാനറ ബാങ്ക്. ബിയുടെ അടുത്തോ കാനറ ബാങ്കിൻ്റെ അടുത്തോ സിയും ഇയും വരത്തില്ല. അപ്പോൾ ബിയുടെ അടുത്ത് സിയും ഇയും വരത്തില്ല, സിയും ഇയും ബിയുടെ അടുത്ത് വരത്തില്ല. കാനറ ബാങ്കിൻ്റെ അടുത്തും സിയും ഇയും. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് ഡി. ഡിയുടെ സെക്കൻഡ് റൈറ്റിലാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇരിക്കുന്നത്. ഡി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡിയുടെ സെക്കൻഡ് റൈറ്റിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഡി ഈസ് നെയ്തർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കാനറ ബാങ്ക് നോർ ബാങ്ക് ഓഫ് ഇന്ത്യ. ഡി കാനറ ബാങ്ക് അല്ല, ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. അപ്പോൾ ഡി ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, ഡി കാനറ ബാങ്ക് അല്ല. ജി ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് യൂക്കോ ബാങ്ക് ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഈച്ച് അതർ. ജിയും യൂക്കോ ബാങ്കും അടുത്തടുത്തിരിക്കുന്നത്. അപ്പോൾ ജി യൂക്കോ ബാങ്ക്. ബി ഈസ് നോട്ട് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യൂക്കോ ബാങ്ക്. ബി യൂക്കോ വരത്തില്ല. അപ്പോൾ യൂക്കോയിൽ ബി വരത്തില്ല, ബി യൂക്കോ അല്ല. ഓൺലി 1 person സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്. സിക്കും ഓറിയൻ്റലിനിടയ്ക്ക് ഒരാൾ. ഓക്കെ, സിക്കും ഓറിയൻ്റലിനിടയ്ക്ക് ഒരാൾ. ഓൺലി 1 person ബിറ്റ്വീൻ സി ആൻഡ് ഓറിയൻ്റൽ ബാങ്ക്. എച്ച് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദയന ബാങ്ക്. ദയന ബാങ്കിൻ്റെ തേർഡ് ടു ദ ലെഫ്റ്റിൽ എച്ച് ഇരിക്കുന്നത്. അപ്പോൾ ദയന ബാങ്ക് തേർഡ് ടു ദ ലെഫ്റ്റിൽ എച്ച്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രം പഞ്ചാബ് നാഷണൽ ബാങ്ക് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സിൻഡിക്കേറ്റ്. സിൻഡിക്കേറ്റിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് സെക്കൻഡ് ലെഫ്റ്റിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഇത്ര ഹിൻറ്റുകളാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കാനറ ബാങ്കിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റിൽ എഫ് ഉണ്ട്. കാനറ ബാങ്കിൻ്റെ അടുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യക്കും ബിക്കും ഇടയ്ക്ക് 2 പേരുണ്ട്. പിന്നെ ബിയിൽ കുറേ പേര് വരത്തില്ലെന്ന് പറയുന്നുണ്ട്. സി ഇവിടെ വരത്തില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ സി അടുത്താന്ന് പറയുന്നുണ്ട്. സി കണ്ട് ഒന്നിട്ട് ഓറിയൻ്റലാന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ബാക്കി നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇവിടെ നമുക്ക് കാനറ ബാങ്ക് ഇടാം. കാനറ ബാങ്കിൻ്റെ സെക്കൻഡ് റൈറ്റിൽ എഫ്. ഇത് രണ്ടും ഉറപ്പായ സംഭവമല്ലേ? ഉറപ്പായതൊക്കെ നമുക്ക് വട്ടത്തിലിടാം. ഇനി കാനറ ബാങ്കിൻ്റെ അടുത്ത ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. ഇപ്പോൾ കാനറ ബാങ്കിൻ്റെ അടുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നിൽ ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം. നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ഇട്ട് നോക്കാം എന്താ പറ്റുകയെന്ന്. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ 2 കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 2 കഴിഞ്ഞിട്ട് ബി ഇവിടെ. കാനറ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ഇട്ടാൽ 2 കഴിഞ്ഞിട്ട് ബി ഇടാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മുടെ സി വിയും ബിയുടെ അടുത്ത് വരത്തില്ല, കാനറ ബാങ്കിൻ്റെ അടുത്ത് വരത്തില്ല. സി വിയും അടുത്തടുത്തായിരിക്കുന്നത്. സി കണ്ട് ഒന്നിട്ട് ഓറിയൻ്റൽ ഉണ്ട്. അപ്പോൾ ബിയുടെ അടുത്ത് സി വിയും വരത്തില്ല. അപ്പോൾ ഇവിടെ സി വിയും വരത്തില്ല. കാനറ ബാങ്കിൻ്റെ അടുത്ത് സി വരത്തില്ല. അപ്പോൾ ഇവിടെ സി വരത്തില്ല, ഇവിടെ ഇ വരത്തില്ല. സി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇ ഇവിടെ ഇടാൻ പറ്റത്തില്ല. അതുപോലെ ഇ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സി ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇടാൻ വേറെ സ്ഥലമില്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ പോസിബിലിറ്റി തെറ്റായിരുന്നു. അതായത് നമ്മുടെ ബി ഇവിടെ വരത്തില്ല. ബി ഇവിടെ വന്നില്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ഇവിടെ ഇടാം. എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഒന്നുകിൽ ഇവിടെ. അപ്പോൾ ഇത് ആദ്യത്തെ പോലെ തന്നെ ആയില്ലേ? സി മീ ഇവിടെ ഇടാൻ വരത്തില്ല, സി മീ ഇവിടെ ഇടാൻ വരത്തില്ല, രണ്ടും ഒരിടത്ത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായി ബി അവിടെ അല്ലെന്ന്. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ ഉറപ്പായി. ബിയുടെ പൊസിഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി ഇവിടെ, അതും ഉറപ്പായി. ഇനി നമ്മുടെ സി എവിടെ ഇടും? ബിയുടെ അടുത്ത് സി എയും വരത്തില്ല, കാനറ ബാങ്കിൻ്റെ അടുത്ത് സി എയും വരത്തില്ല, ഇവിടെ സി ഇടത്തില്ല. അപ്പോൾ സി വിയും ഒന്നിൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ സി അല്ലെങ്കിൽ ഈ, സി അല്ലെങ്കിൽ ഈ. ഇപ്പോൾ സി ഇവിടെയാണെങ്കിൽ സി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഓറിയൻ്റൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇടാം. സി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഓറിയൻ്റൽ വേണമെങ്കിൽ ഇവിടെ ഇടാം. ഓക്കെ, അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡി വരത്തില്ല, കാനറ ബാങ്കിൽ ഡി വരത്തില്ല. അപ്പോൾ അതങ്ങ് എഴുതിയിടാം. ഡി ഇവിടെ വരത്തില്ല, ഡി ഇവിടെ വരത്തില്ല. ഇനി ഡിക്കൊരു ഹിൻ്റ് ഉണ്ടല്ലോ. ഡിയുടെ സെക്കൻഡ് റേറ്റിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കിടക്കുന്നത്. അപ്പോൾ ഡി ഇവിടെ, ഡി ഇവിടെ ഇടത്തില്ല. ഡി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് റേറ്റിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഇനി ഡി ഇവിടെ വരത്തില്ല, ഡി ഇവിടെ വരത്തില്ല, ഡി ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഇവിടെ രണ്ടിടത്തും ഡി ഇടത്തില്ല. ഇനി ഡി ഇടാൻ ഒറ്റ സ്ഥലമല്ലേ ഉള്ളൂ,
അപ്പോൾ ഡി ഇവിടെയാണ് ഉറപ്പായി. ഡിയുടെ സെക്കൻഡ് റൈറ്റിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇനി ഏതൊക്കെ നമുക്ക് നോക്കാനുള്ളത്? ഈ ഹിൻ്റ് എടുത്തു, ഈ ഹിൻ്റൊക്കെ എടുത്തു. ഓക്കെ, ബിയിൽ യൂക്കോ ബാങ്ക് വരത്തില്ല, അതിവിടെ മാർക്ക് ചെയ്തേക്കാം. ഇവിടെ യൂക്കോ ബാങ്ക് വരത്തില്ല. ഇനി ഏതാ? ദയന ബാങ്കിൻ്റെ തേർഡ് ലെഫ്റ്റിൽ എച്ച് ഉണ്ട്. പിന്നെ ജിയും യൂക്കോ ബാങ്കും അടുത്ത്. സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ PNB. നമ്മുടെ യൂക്കോ ബാങ്ക് ബിയിൽ വരത്തില്ല എന്നുള്ളൊരു ഹിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇപ്പോൾ യൂക്കോ ബാങ്ക് ഇവിടെ വരത്തില്ല, യൂക്കോ ബാങ്കും ജിയും അടുത്ത് കിടക്കുന്നത്. ഇപ്പോൾ ജി നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ യൂക്കോ ബാങ്ക് ഇവിടെ വരത്തില്ല. ജി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ജിയുടെ അടുത്ത് യൂക്കോ ബാങ്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ജി അവിടെ അല്ലെന്ന്. ഇനി ജി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ യൂക്കോ ബാങ്ക് ഇടാൻ പറ്റത്തില്ല, ഇവിടെ യൂക്കോ ബാങ്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ജി അവിടെയല്ല. ഇനി ജി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ യൂക്കോ ബാങ്ക് വേണമെങ്കിൽ ഇവിടെ ഇടാം, യൂക്കോ ബാങ്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ജി ഇടാൻ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഉറപ്പായി ജിയുടെ സ്ഥലം ഇവിടെ തന്നെ. ജിയുടെ അടുത്ത് യൂക്കോ ബാങ്ക് ഇവിടെ തന്നെ. ഇനി നമുക്ക് 2 ഹിൻറ്റും കൂടെ ഉള്ളത്. സിൻഡിക്കേറ്റിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ PNB, എച്ച്. ദയന ബാങ്കിൻ്റെ തേർഡ് ലെഫ്റ്റിൽ എച്ച്. അപ്പോൾ ദയന ബാങ്കിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് എച്ച് എങ്കിൽ എച്ചിൻ്റെ തേർഡ് റൈറ്റിലായിരിക്കും ദയന കിടക്കുന്നത്. ഇനി എച്ച് എവിടെ ഇടാം? എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? ഇവിടെ നിർത്തില്ല. എച്ച് വേണമെങ്കിൽ ഇവിടെ ഇടാം. എച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് റൈറ്റിൽ ദയന ബാങ്ക് 1, 2, 3. ദയന ബാങ്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇടാം. എച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 1, 2, 3. ദയന ബാങ്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായി എച്ചിൻ്റെ സ്ഥലം ഇവിടെ. 1, 2, 3 ദയന ബാങ്ക് ഇവിടെ. ഓക്കെ, ഇനി സിയിൽ ഏതാ ഇവിടെ വരെ നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല കേട്ടോ. ഇനിയുള്ളത് സിൻഡിക്കേറ്റിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ PNB. ഇനി ബാങ്ക് ഇടാനുള്ളത് ഇവിടെയൊക്കെ ബാങ്ക് ഇടാനുണ്ട്. സിൻഡിക്കേറ്റ് ഇവിടെ എടുത്തില്ല, ഇവിടെ എടുത്തില്ല, ഇവിടെ എടുത്തില്ല, ഇവിടെ എടുത്തില്ല, ഇവിടെ എടുത്തില്ല. സിൻഡിക്കേറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ലെഫ്റ്റിൽ PNB, സെക്കൻഡ് ലെഫ്റ്റിൽ PNB. സിൻഡിക്കേറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ലെഫ്റ്റിൽ PNB ഇടാൻ പറ്റത്തില്ല. സിൻഡിക്കേറ്റ് ഇവിടെ ഇട്ടാൽ സെക്കൻഡ് ലെഫ്റ്റിൽ PNB വരത്തില്ല. അപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് ഇവിടെ തന്നെ, സെക്കൻഡ് ലെഫ്റ്റിൽ PNB. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓക്കെ. ഇനിയിപ്പോൾ ഇടാനുള്ളത് നമ്മുടെ സി മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ സി ഇവിടെയാണെങ്കിൽ സി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഓറിയൻറ്റിൽ ഇവിടെ പറ്റത്തില്ല, സി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഓറിയൻറ്റിൽ ഇവിടെ പറ്റത്തില്ല. ഇനി സി ഇവിടെയാണെങ്കിൽ സി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഓറിയൻറ്റിൽ ഇവിടെ ഇടാം, സി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഓറിയൻറ്റിൽ ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി സി ഇവിടെയാണ്, സി ഇവിടെയാണ്, ഇ ഇവിടെ. സി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഓറിയൻ്റൽ. ഇപ്പം എല്ലാവരും ആയോ? ഇവിടെ എല്ലാം ഓക്കെ ആയി, ഇവിടെ ഓക്കെ ആയി, ഇവിടെ ഓക്കെ ആയി, ഇവിടെ ഓക്കെ ആയി, ഇവിടെയായി, ഇവിടെയായി. ഇവിടെ ഒരാളും കൂടെ ഇടാനില്ലേ? അതാരാ? ABCD EFGH. ABCD EFGH. F ഇട്ടു, G ഇട്ടു, H ഇട്ടു, A മാത്രം ഇട്ടിട്ടില്ല. A ഇവിടെ കിടപ്പുണ്ട്. ഇത് H ആട്ടോ. ഇത് കണ്ട് A പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഹിൻറ്റുകളെന്ന് പറയാനായിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായില്ല, പക്ഷേ പോസിബിലിറ്റി വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൂ. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റനായിരുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം.